ക്വാർട്ടർലി റിസൾട്ടുകളിലേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും അധികം ഇന്ന് ശ്രദ്ധാകേന്ദ്രമാകുന്ന ഒരു റിസൾട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, വിച്ച് ഈസ് LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു മിക്സഡ് ആയിട്ടുള്ള റിസൾട്ടുകളായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ ഇന്ന് സ്റ്റോക്കിൽ ഒരു 7% കുതിപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 932 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ്. കമ്പനിയുടെ ഫിനാൻഷ്യൽസ് പരിശോധിക്കുന്ന സമയത്ത് ഇയർ ഓൺ ഇയർ അടിസ്ഥാനത്തിൽ നെറ്റ് പ്രീമിയം ഇൻകം ഒരു 3.2% ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നെറ്റ് പ്രോഫിറ്റിൽ 38% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോൾവൻസി റേഷ്യോ കമ്പാരിറ്റീവ്ലി ഒന്ന് മെച്ചപ്പെട്ടതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ക്വാർട്ടർലി റിസൾട്ടുകൾ ഇങ്ങനെയാണെങ്കിലും പൊതുവെ നമ്മൾ LIC കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു ഇയർ ടു ടിൽ ഡേറ്റിൽ അങ്ങനെ കാര്യമായിട്ടുള്ള പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഇയർ ടു ടിൽ ഡേറ്റിൽ 3.20% ഒരു നേട്ടം മാത്രമാണ് LIC തന്നിരിക്കുന്നത്. LICയുടെ ഈ ഒരു ത്രൂ ഔട്ട് ദ പെർഫോമൻസിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒപ്പം LIC എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പൊട്ടൻഷ്യൽ. ജാസ്മിൻ, LICയുടെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഡിസപ്പോയിൻമെൻറ്റ് ഓൺ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് അല്ലേ. അതായത് ഈ പറഞ്ഞ പോലെ ഓപ്റ്റിക്കലി നമ്മൾ നോക്കുമ്പോൾ റിസൾട്ടിന് വലിയ ബുദ്ധിമുട്ടില്ലാതെയൊക്കെ നോക്കുമെങ്കിലും നമ്മളൊരു എന്താ പറയുക വളരെ മൈക്രോ ലെവലിൽ അത് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ LICയുടെ പെർഫോമൻസ് എല്ലാ പാരാമീറ്റേഴ്സും, അതായത് എങ്ങനെയൊക്കെയാണ് നമ്മളൊരു ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഇവാലുവേറ്റ് ചെയ്യേണ്ട പാരാമീറ്റേഴ്സ്, ഈ പാരാമീറ്റേഴ്സിലൊക്കെ LICയുടെ റിസൾട്ട്സ് ഒരു നോട്ട് അപ് ടു ദ എക്സ്പെക്ടേഷൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബട്ട് ഈ റാലി ഞാൻ പേഴ്സണലി എക്സ്പെക്ട് ചെയ്താണ്, വേറൊന്നും കൊണ്ടല്ല. അത്രയ്ക്ക് മാത്രം ബാക്കി എല്ലാ ലൈഫ് ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ഇൻഷുറൻസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കും ഒക്കെ ഭേദപ്പെട്ട് സ്റ്റോക്ക് വൈസ് പെർഫോമൻസ് നടത്തുമ്പോഴും LIC ഭയങ്കര ഒരു ഡഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ IPO പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യണേന്ന് തോന്നുന്നു അല്ലേ, 939, അതിലും താഴെ 949 ആണ് അവർ IPO പ്രൈസ് അവർ വച്ചിരുന്നത്. ബട്ട് ലിസ്റ്റ് ചെയ്തത് ഏതാണ്ട് 867 റുപ്പീസാണ്. ഇന്നലത്തെ ക്ലോസിംഗ് 871 ആണ്. ഇപ്പോൾ ഏതാണ്ട് 930 ആയി അല്ലേ. ഏതാണ്ട് IPOന്റെ ലെവലിൽ തന്നെയാണ് 2022 എങ്ങാണ്ട് വന്ന IPO ആണെന്ന് തോന്നുന്നു അല്ലേ. അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ചത് ഒരു വലിയൊരു ബെഹമത്ത്. തീർച്ചയായിട്ടും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇതിൻ്റെ IPO വരുന്ന സമയത്ത് ഒരുമാതിരി സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സൊക്കെ വന്നിരുന്നു വെച്ചാൽ ഇന്ത്യയുടെ പ്രൈഡാണ് LIC. അതുകൊണ്ട് ഗവൺമെൻറ് ഒരിക്കലും ഇതിനെ അതിൻ്റെ വാല്യൂഷൻ അതാണ് ഇന്ത്യൻ മാർക്കറ്റിലെ റീറ്റെയിലേഴ്സിനോട് നമ്മൾ എന്നും റിക്വസ്റ്റ് ചെയ്യണം. ഇപ്പം തെറ്റുകൾ നമ്മളും കാണിക്കും അല്ലേ, നമ്മളും പെർഫെക്റ്റ് മനുഷ്യരൊന്നുമല്ല. ബട്ട് ചില അസംഷൻസ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത്ര ഇറാഷണലാണ്. അത് കഴിയുന്നത്, അതായത് നമ്മൾ അന്ന് ലിസ്റ്റ് ചെയ്യാൻ നേരത്തുള്ള ഇമോഷൻ എന്നറിയോ, ആലോചിച്ചിരുന്നത് ആ കമ്പനിയുടെ വാല്യുവേഷനോ അല്ലെ ആ കമ്പനീസിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഒന്നുമല്ല. നമ്മൾ ആലോചിച്ചിരുന്നൊരു കാര്യം, ഗവൺമെൻറ്റിൻ്റെ പ്രസ്റ്റീജാണ് LIC. അതുകൊണ്ട് LIC താഴെ പോയാൽ ഗവൺമെൻറ് നാണക്കേടാണ്. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഗവൺമെൻറ് തന്നെ ഇതിനെ അടിച്ചു പൊക്കി കയറ്റി നിർത്തും. ഇതൊക്കെയാണ് നമ്മളൊരു റാഷണലായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ഒരു എന്താ പറയുക, നല്ലൊരു ബുൾ മാർക്കറ്റിൽ ചിലപ്പോൾ ഇങ്ങനത്തെയൊക്കെ സ്റ്റോറി പ്ലേ ഔട്ട് ചെയ്ത് പോവെങ്കിലും അൾട്ടിമേറ്റ്ലി മാർക്കറ്റ് എന്നും വാല്യുവേഷൻ്റെ അടിമയാണെന്നുള്ള ആ വാല്യുവേഷൻ അനുസരിച്ചേ പോവുള്ളൂ. ഇപ്പോൾ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ LICയുടെ പ്രൈസ് കാണിക്കുന്നത് വെച്ചാൽ ഇതിന് ഇത്രയും വാല്യൂ ഉള്ളൂ എന്നുള്ള കാര്യം. ഒരു കാര്യം ആലോചിക്കണം. കാര്യം എന്നെ സംബന്ധിച്ച് സർപ്രൈസ്, ഇപ്പോൾ എനിക്കും സർപ്രൈസ്ഡ് ആണ് LICയുടെ കാര്യത്തിൽ. നമുക്ക് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ പറ്റില്ല. കാര്യം സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ പോർട്ട്ഫോളിയോ തന്നെ. ഇപ്പോൾ LICയുടെ കോർ ബിസിനസ് എന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് ആണ്. അത് കൂടാതെ തന്നെ അവർക്കൊരു ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ഉണ്ട് അല്ലേ. ആ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയെ കുറിച്ച് സംസാരിക്കാനായിട്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ ആ പോർട്ട്ഫോളിയോ കണ്ടു കഴിഞ്ഞാൽ LIC ഈ വാല്യൂഷനിൽ ട്രേഡ് ചെയ്യുമോ എന്ന് പോലും നമ്മൾ ആലോചിച്ചു പോകും, സർപ്രൈസ്ഡ് ആയി പോകുന്നുള്ള. ഇപ്പോൾ LIC എന്ന് പറയുന്നത് പൊതുവേ LICയെ നമ്മൾ കണക്കാക്കുന്ന ഒരു മാർക്കറ്റ് സ്റ്റെബിലൈസറാണ്. ഈ മാർക്കറ്റ് സ്റ്റെബിലൈസർ എന്ന് പറയാൻ കാര്യം വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് LIC ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ പ്രീമിയത്തിൻ്റെ ഹ്യൂജ് ക്യാഷ് ഫ്ലോ വരുന്നുണ്ട്. ആ ക്യാഷ് ഫ്ലോൻ്റെ ഒരു സെർട്ടൻ പെർസെൻറ്റേജ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു നല്ലൊരു വിഭാഗവും ലിസ്റ്റഡ് കമ്പനീസിലാണെന്നുള്ളതാണ് വലിയ ഒരു കാര്യം. അപ്പോൾ ഇവർക്കൊരു ഹ്യൂജ് പോർട്ട്ഫോളിയോ ഓഫ് ലിസ്റ്റഡ് ഇക്വിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഹോൾഡിംഗ് കമ്പനി ഏതാണെന്ന് വെച്ചാൽ, ഹോൾഡിംഗ് കമ്പനി ഒരുപാട് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഏതാണെന്ന് വെച്ചാൽ അത് LIC ആണ്. ആ LIC എന്ന് പറയുന്നത് ഏതാണ്ട് നമ്മളത് കേൾക്കുമ്പോൾ തന്നെ ഈ വാറൻ ബഫയുടെ ബെർക്ക്ഷയർ ഹാത്തവേയില്ലേ അതേപോലെ. കാര്യം ബെർക്ക്ഷയർ ഹാത്തവേയും ഇതേപോലെ ഇൻഷുറൻസ് കൂടാതെ തന്നെ ഒരുപാട് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആപ്പിള്, അമേരിക്കൻ എക്സ്പ്രസ്, നമുക്കറിയാലോ ഇഷ്ടംമാതിരി കമ്പനിയിൽ കൊക്കക്കോളയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലത്തെ ഒരു പ്രൊഫൈലാണ് LIC ഇന്ത്യൻ മാർക്കറ്റിൽ ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ രസമായ കാര്യം. LICയെ നമ്മൾ പറയുന്നുണ്ടല്ലോ ബയർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. അതായത് നിങ്ങൾക്ക് വേറെ ഒരു നിവൃത്തിയില്ലെങ്കിലും നിവൃത്തിയില്ലെങ്കിൽ ലാസ്റ്റ് ബൈ ആവുന്ന ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററാണ് LIC കാണുന്നത്. അതായത് ഗവൺമെൻറ് എപ്പോഴും മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു അൺടുവേർഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ്, അതായത് ഗ്ലോബൽ ആയിട്ടുള്ള എക്സ്റ്റേണൽ ഷോക്സിൽ ടെമ്പററി ആയിട്ട് മാർക്കറ്റ് നല്ലതോണം ഒരു ലെവലിൽ വെറുതെ ഒരു കറക്ഷൻ പോരാട്ടോ, നല്ല രീതിയിൽ കറക്ഷൻ വന്ന് വാല്യുവേഷൻ അട്രാക്ട് ചെയ്യുമ്പോൾ ഗവൺമെൻറ് നട്ട് ജസ്റ്റ് LIC
ടു ഗോ ആൻഡ് ബൈ ഇൻ മാർക്കറ്റ്സ്. അതായത് LICയെ പതുക്കെ തള്ളിവിടും, മാർക്കറ്റിൽ പോയി ബൈ ചെയ്യുക എന്നുള്ളത്. അത് 2-3 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നെന്ന് പറയുന്നത് മാർക്കറ്റ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുക. അതായത് ഇത് എപ്പോഴും ഒരു എന്താ പറയുക, മാർക്കറ്റിൽ ഒരു സ്റ്റെബിലൈസിങ് മെക്കാനിസം അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടാണ് LICയെ യൂസ് ചെയ്യുന്നത്. അതായത് മാർക്കറ്റിനെ ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തുക. മാർക്കറ്റ് ഒരു രീതിയിൽ കൂടുതൽ മാർക്കറ്റ് വീഴുകയാണെങ്കിൽ എക്കണോമിക്ക് നല്ലതല്ല, കോൺഫിഡൻസിന് നല്ലതല്ല, കൺട്രിക്ക് നല്ലതല്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ആ കോൺഫിഡൻസ് തന്നെ നഷ്ടപ്പെടുന്നുള്ളൂ. അപ്പം മാർക്കറ്റിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് പ്രൊട്ടക്ഷൻ മെക്കാനിസത്തിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് LICയുടെ അടുത്ത് പോയി മേടിക്കാൻ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് മേടിക്കുന്നതോടുകൂടി മറ്റുള്ള ഇൻവെസ്റ്റേഴ്സ്, നമ്മളെപ്പോലത്തെ ഒരു ഇൻവെസ്റ്റേഴ്സ് LIC ബൈ ചെയ്തു, ഏതാണ്ട് ഗവൺമെൻറ് അതിലേക്ക് ബൈ ചെയ്തു എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ കാണുന്നത്. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ടും LICയുടെ ബൈയിങ് സഹായിക്കും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ആ വാല്യുവേഷനിൽ മേടിക്കുന്നതൊക്കെ വളരെ പ്രോഫിറ്റബിളും ആണെന്നുള്ള കാര്യത്തിൽ വളരെ തോന്നിവാസ വിലയ്ക്കാണ് ഇത് വിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ LICയെ കൊണ്ട് ആ ഒരു മൂവ്മെന്റ് എന്നും LICക്ക് ബെനിഫിറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ LIC എപ്പോഴും ലാർജ് ലിക്വിഡ് ബ്ലൂ ചിപ്പ് സ്റ്റോക്സെ മേടിച്ചിട്ടുള്ള ടോപ്പ് ലൈൻ കമ്പനീസെ മേടിക്കുള്ളൂ. അവിടെ കൂടുതൽ റിസർച്ച് ഒന്നും നടക്കുന്നൊന്നുമില്ല. ഓഫ് കോഴ്സ് ദർ കുഡ് ബി റിസർച്ച്, ബട്ട് ഇവൻ ദെൻ നിഫ്റ്റിയിലെ ബ്ലൂ ചിപ്പായിട്ട് നല്ല ക്യാഷ് ഫ്ലോ ഉള്ള ക്ലാസിക് കമ്പനീസിനെ അവർ മേടിക്കാറുള്ളൂ എന്നുള്ള നല്ല കാര്യം. അപ്പോൾ 2-3 ഇൻസ്റ്റൻസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസിൽ LIC വന്നിരുന്നു, മേടിച്ചിരുന്നു. 2013 FIS സെല്ല് ചെയ്തല്ലോ ടേപ്പർ ടാൻഡ്രം എന്ന് വന്നിട്ട് US തിരിച്ച് ആ ടേപ്പർ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് സെല്ല് ചെയ്ത് പോയപ്പോൾ 2013 നല്ലൊരു ഫോളോ വന്നിരുന്നു. അന്നും നമ്മുടെ രക്ഷകനായി വന്നത് LIC ആയിരുന്നു എന്ന് മാത്രം. കോവിഡ് 2020 ആ മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ വലിയൊരു ബയറായിരുന്നു ഈ പറയുന്ന പോലെ നമ്മുടെ LIC എന്ന് പറഞ്ഞത്. ഇപ്പോൾ അതാ അഡാനിയുടെ ക്രൈസിസ് 2023 വന്നു. മാർക്കറ്റ് ആ എക്സ്റ്റേണൽ ഷോക്കിൽ താഴെ വീണപ്പോഴും LICയെ തുറന്നു വിട്ടു, LIC ബൈ ചെയ്തു എന്നുള്ളത് വളരെ നന്നായിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമുക്ക് സർപ്രൈസിംഗ് ആയിട്ട് നമുക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യം വെച്ചാൽ LICയുടെ ടോട്ടൽ പോർട്ട്ഫോളിയോൻ്റെ AUMൻ്റെ 20-25% അവർ ഈ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യും, 20-25%. ബാക്കിയുള്ള പൈസയൊക്കെ ഗവൺമെൻറ് ബോണ്ട്സ്, ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, കോർപ്പറേറ്റ് ബോണ്ട്സ്, ഇൻഫ്രാസ്ട്രക്ചർ, റിയൽ എസ്റ്റേറ്റ്, അങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റ്സിലാണ്, സെക്യൂരിറ്റീസിലാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് സെക്യൂരിറ്റീസിലാണ് അദ്ദേഹം ചെയ്യുന്നത്. കൂടുതലും 20-25% ലിസ്റ്റഡ് ഇക്വിറ്റീസിലാണ് അവർ ചെയ്യുന്നത്. എൻ്റെ അറിവ് അനുസരിച്ച് അവർ ഏതാണ്ട് 206 കമ്പനീസ് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതിൽ ഈ പറഞ്ഞ പോലെ അവർക്കൊരു ക്രൈറ്റീരിയ ഉണ്ട് കേട്ടോ. അതായത് ഒരു സ്റ്റോക്കിൽ 15% കൂടുതൽ മേടിക്കാൻ പാടില്ല, അതിൽ ക്യാപ്പ് ചെയ്യണം. ഒരു സെക്ടർ, അതായത് ഒരു പർട്ടിക്കുലർ ബാങ്കിങ് ആണെങ്കിൽ ബാങ്കിങ് സെക്ടറിൽ 25% കൂടുതൽ മേടിക്കാൻ പാടില്ല. ഇങ്ങനെ കുറേ മാൻഡേറ്റുകൾ അതിനെ ഗവേൺ ചെയ്യുന്നുണ്ട്. അതിനൊരു ഗവേണിംഗ് കൗൺസിൽ, ഇൻവെസ്റ്റ്മെന്റ് കൗൺസിൽ ഉണ്ട്. അവർ ഡിസൈഡ് ചെയ്യുന്ന അനുസരിച്ചാണ് അങ്ങനെ പോകുന്നതെന്നുള്ളത്. LICയുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് എത്രയെന്ന് അറിയോ? ഇപ്പോഴത്തെ പ്രൈസ് അനുസരിച്ച് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ 6 ലക്ഷം കോടിക്ക് താഴെ അല്ലേ? 5,94,000 ക്രോസ്. അതായത് നമ്മൾ പറയുന്നത് എന്താ, ടോട്ടൽ നമ്മൾ മാർക്കറ്റ് ക്യാപ്പിനെ നമ്മൾ തിയററ്റിക്കലി എങ്ങനെ പറയുന്നത് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് മൾട്ടിപ്ലൈഡ് ബൈ ടുഡേയ്സ് മാർക്കറ്റ് പ്രൈസ് അല്ലേ? ഇപ്പോൾ കോട്ടിയുടെ മാർക്കറ്റ് പ്രൈസ് എന്ന് വെച്ചാൽ ഇത് ടോട്ടൽ ഷെയർസ് മൾട്ടിപ്ലൈഡ് ബൈ ഇന്നത്തെ പ്രൈസ് എന്ന് പറയുമ്പോൾ ആ കമ്പനി അതിൻ്റെ ഉടമസ്ഥന്, അതായത് LICക്ക് എന്ന് ഈ കാശ് കൊടുത്താൽ ആ കമ്പനി നമുക്ക് മേടിക്കാൻ പറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ അല്ലെങ്കിലും അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. തിരിച്ച് അതിനകത്ത് എന്ത് കിട്ടും? ഒരു റണ്ണിങ് ആയിട്ടുള്ള ഈ ബിസിനസ്, ഏത് ബിസിനസ്? ഈ പറയുന്ന പോലെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഒരു ബിസിനസ്. അത് കൂടാതെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ കൺസിസ്റ്റിംഗ് ഓഫ് 206 സ്റ്റോക്സ്. ആ 206 സ്റ്റോക്സിന്റെ വാല്യൂ എത്രയെന്നറിയോ? 15 ലക്ഷം കോടി. അതായത് 5 ലക്ഷം 6 ലക്ഷം കോടി കൊടുത്ത് ഈ കമ്പനി മേടിക്കാനത് അതിനകത്ത് കോർ ബിസിനസ് കൂടാതെ ഇരിക്കുന്നത് 15 ലക്ഷം കോടിയുടെ മറ്റുള്ള സ്റ്റോക്കിലെ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. റിലയൻസ് ഇൻഡസ്ട്രീസ് 1 ലക്ഷം കോടിക്ക് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ITC 75,000 കോടി, ഇൻഫോസിസ് 67,000 ക്രോസ്, HDFC ബാങ്ക് 62,000 ക്രോസ്, TCS 59,800 ക്രോസ്. പിന്നെ കൂടാതെ SBI 55,000 കോടി, L&T 54,000 കോടി, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 48,000 കോടി, ആക്സിസ് ബാങ്ക് 45,000 കോടി, ബജാജ് ഫിനാൻസ് 42,750 കോടി. ഇതാണ് അവരുടെ ടോപ്പ് 10 ഹോൾഡിങ്സ്. അപ്പോൾ ഇത്രയും ഹോൾഡിങ്സ് കയ്യിൽ വെച്ചിരിക്കുന്ന കമ്പനി കോർ ബിസിനസ് മോശമായത് കാരണം മാർക്കറ്റ് അതിനൊരു വലിയ വാല്യുവേഷൻ കൊടുക്കുന്നില്ല. ഇന്നും 2022 IPO പ്രൈസിൽ തന്നെ ട്രേഡ് ചെയ്യണമെന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നത് ദ ക്യൂരിയസ് കേസ് ഓഫ് LIC. അതായത് ക്യൂരിയസ് ആണ് എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ട്രേഡ് ചെയ്യണമെന്നുള്ള. അതിന്റെ വാല്യുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു 40% ഡിസ്കൗണ്ട് എങ്കിലും ഇട്ടിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ അത് ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ, സാധാരണ ഹോൾഡിംഗ് കമ്പനീസിന് ഇന്ത്യയിൽ ഒരു 40% ഡിസ്കൗണ്ട് ആണ് മാർക്കറ്റ് കൊടുക്കാറ്. ഇത് അതൊന്നുമല്ല. ടോട്ടൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോന്റെ 35% മാർക്കറ്റ് ക്യാപ്പിലാണ് അത് ട്രേഡ് ചെയ്യണത് എന്നുള്ളത് വളരെ ആശ്ചര്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. LICയുടെ റിസൾട്ട് ഇൻ ഷോർട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഓക്കെ ഒപ്റ്റിക്കലി, ബട്ട് ഈവൻ ദെൻ ഉള്ളിലുള്ള പാരാമീറ്റേഴ്സ് നോക്കുമ്പോൾ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, വലിയ നല്ലത് കാണിക്കുന്നില്ല. ബട്ട് ഈവൻ ദെൻ ഈ സ്റ്റോക്ക് അടിച്ചു കിടക്കുന്നു എന്നുള്ള കാരണത്താൽ അത്
എന്താ പറയുക ഒരു ടേൺ അറൗണ്ട് ഒരു ഗ്രീനിലോ ട്രേഡ് ചെയ്യാനുള്ള ചാൻസസ് ഹയർ ആയിരുന്നു എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. നമ്മൾ ട്രേഡിംഗ് ഡെസ്ക് അല്ലെങ്കിൽ റിസർച്ച് ഡെസ്ക് എന്ന് പറയുന്നത് അതങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് പറഞ്ഞു വെക്കേണ്ടത്. അഗൈൻ ഇന്നത്തെ ഒരു മാർക്കറ്റിൽ ഏറ്റവും അധികം ഔട്ട് പെർഫോമൻസ് നടത്തുന്ന ഒരു സ്റ്റോക്ക് LIC ആണ്. 7.4% ഒരു മൂവ്മെൻറ്റ് നടത്തുന്നുണ്ട്. മുന്നേറ്റം നിലവിൽ 933 രൂപ എന്നുള്ളൊരു നിലയ്ക്കാണ് ട്രേഡ് ചെയ്യുന്നത്. മിക്സഡ് ആയിട്ടുള്ള ഒരു ക്വാർട്ടർലി നമ്പേഴ്സ് ആയിരുന്നു കമ്പനി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. ബട്ട് LICയുടെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ IPO പ്രൈസിലും താഴെ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. ഇയർ ടു ടിൽ ഡേറ്റിൽ വളരെ മാർജിനലായിട്ടുള്ള ഒരു മുന്നേറ്റം മാത്രം കാഴ്ചവെച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക്. ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ഒരു അണ്ടർ പെർഫോമർ ആണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു പെർഫോമൻസിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒപ്പം മുന്നോട്ട് ഇനിയിപ്പോൾ ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിലേക്ക് കൂടി LIC വരികയാണ്. അതിൻ്റെ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കമ്പനിയുടെ ഒരു പൊട്ടൻഷ്യൽ എത്ര മാത്രമായിരിക്കും? ജാസ്മിൻ, പേഴ്സണലി ഒരു ഡിസ്ക്ലോഷർ, എനിക്ക് ഓൾറെഡി LICയിൽ ഒരു പൊസിഷൻ ഉണ്ട്, ലോങ് പൊസിഷൻ. ആൻഡ് ഞാൻ ഒത്തിരി മാസങ്ങളായിട്ട് ഈ ഫോറത്തിലും മാർക്കറ്റ് പ്ലസ് ഫോറത്തിലും ഒക്കെ പ്രേക്ഷകരുടെ ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ഇസ് LIC. So I'm extremely bullish on life insurance business, very, very bullish on Life Insurance Corporation as a company. And Suraj നേരത്തെ ITCയുടെ ലോങ് ടേം പ്രോസ്പെക്ട്സിനെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. He also spoke about Hindustan Unilever, Nestle, മുതലായ FMCG stocks. And along with that, എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഇസ് ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് ഇറ്റ് സെൽഫ്. LIC നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത LIC ഇസ് ദ ഇൻഡസ്ട്രി ലീഡർ. സോ അതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI Prudential, HDFC ലൈഫ് ഇവരൊക്കെ ആ ഒരു മാർക്കറ്റിലോട്ട് എൻറ്റർ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് അടുത്ത 20-30 വർഷത്തേക്ക് ഇറ്റ് ഈസ് ഓൺലി ഗോയിങ് ടു കീപ്പ് ഓൺ എക്സ്പാൻഡിങ്. സോ ഈ സ്റ്റോക്കിൽ നമ്മൾ എപ്പോൾ ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് അല്ലെങ്കിൽ ഒരു ഒരു മേജർ ഫോളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഐ പേഴ്സണലി യൂസ് ഇറ്റ് ഓൺലി ആസ് എ ബൈയിങ് ഓപ്പർച്യൂണിറ്റി. ആൻഡ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ IPO പ്രൈസിൻ്റെ കൂടെ ഇത്തരം സ്റ്റോക്സിന് ഒരിക്കലും കമ്പയർ ചെയ്യത്തില്ല. ഇത്തരം സ്റ്റോക്സ് എനിക്ക് അട്രാക്റ്റീവായിട്ട് അണ്ടർ വാല്യൂഡ് ആയിട്ട് തോന്നുന്ന സമയത്തായിരിക്കും ഞാൻ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിലോട്ട് പുതിയ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താൻ ശ്രമിക്കുന്നത്. നമുക്ക് ഈ സ്റ്റോക്കിൽ അവസാനത്തെ ഒരു ബുള്ളിഷ് ട്രിഗർ ലഭിച്ച അറൌണ്ട് 800 rupees ആയിരുന്നു. ആൻഡ് ഇന്നിപ്പോൾ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരു 7-8% നേട്ടം നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ദ ലോങ് ടേം ട്രെൻഡ് ഹാസ് ഓൾസോ ടേൺഡ് ബുള്ളിഷ്. ഈ സ്റ്റോക്കിൻ്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1020 രൂപയാണ്. ബട്ട് വരും സെഷൻസിലെ മൈ എക്സ്പെക്ടേഷൻ 1020 രൂപയുടെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യും.